എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാമ്പ് കളക്ഷനെ പറ്റിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും വൈവിധ്യവും ഒരു കൊച്ചു കടലാസ് കഷ്ണത്തിൽ ഒതുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് നമ്മുടെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ. ഓരോ സ്റ്റാമ്പിന് പിന്നിലും പറയാൻ ആവേശം നൽകുന്ന വലിയൊരു കഥയുണ്ട്. എന്റെ ശേഖരത്തിലുള്ള നൂറുകണക്കിന് സ്റ്റാമ്പുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മനോഹരമായ ചില മുദ്രകളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ പരമ്പരയാണ് ഞാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ആദ്യ ഭാഗമായ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയുടെ വന്യജീവി സമ്പത്തും കായിക നേട്ടങ്ങളും വിളിച്ചോതുന്ന അപൂർവമായ ചില സ്റ്റാമ്പുകളെ നമുക്ക് അടുത്തറിയാം. ചരിത്രത്തിലേക്കുള്ള ഈ കൊച്ചു യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതീയ മത്സ്യസമ്പത്ത് 5 പൈസ സ്റ്റാമ്പ്. ഭാരതത്തിന്റെ സമുദ്ര സമ്പത്തിനെയും മത്സ്യബന്ധന മേഖലയെയും ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനായി 1974 മുതൽ 75 വരെ കാലഘട്ടത്തിലാണ് 5 പൈസ വിലയുള്ള ഈ സ്റ്റാമ്പ് തപാൽ വകുപ്പ് പുറത്തിറക്കിയത്. ഇന്ത്യയിലെ സാധാരണക്കാർക്ക് കത്തുകൾ അയക്കുന്നതിനായി വലിയ അളവിൽ അച്ചടിക്കപ്പെട്ട ഈ സ്റ്റാമ്പിൽ ആവോലി മത്സ്യത്തിന്റെയും ചെമ്മീനിന്റെയും ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. അക്കാലത്ത് രാജ്യം കൈവരിച്ച നീലവിപ്ലവത്തെയും സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലൂടെ നേടിയ സാമ്പത്തിക വളർച്ചയെയും ഇത് അടയാളപ്പെടുത്തുന്നു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ അധ്വാനത്തിന് ആദരവ് നൽകുന്നതിനോടൊപ്പം നമ്മുടെ പ്രകൃതി വിഭവങ്ങളുടെ പ്രാധാന്യം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയതിന്റെ പ്രധാന ലക്ഷ്യം. ഭാരതീയ ക്ഷീരമേഖല 50 പൈസ സ്റ്റാമ്പ്. ഭാരതത്തിന്റെ ക്ഷീരസമ്പത്തിനെയും ധവള വിപ്ലവത്തെയും ആദരിക്കുന്നതിനായി 1979 കാലഘട്ടത്തിലാണ് 50 പൈസ വിലയുള്ള ഈ സ്റ്റാമ്പ് തപാൽ വകുപ്പ് പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ പാലുൽപാദനത്തെയും കന്നുകാലി വളർത്തലിനെയും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. തലയിൽ പാൽക്കുടമേന്തിയ ഒരു ഗ്രാമീണ സ്ത്രീയെയും പശുവിനെയും പാലിന്റെ കുപ്പികളെയും ഈ സ്റ്റാമ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നു. സാധാരണക്കാർക്ക് കത്തുകൾ അയക്കാൻ വേണ്ടിയാണ് ഇത് പുറത്തിറക്കിയതെങ്കിലും ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമാക്കി മാറ്റുന്നതിൽ പങ്കുവഹിച്ച ദശലക്ഷക്കണക്കിന് കർഷകരുടെ അധ്വാനത്തെ ഈ ചിത്രം അടയാളപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെയും ഗ്രാമീണ വികസനത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നു ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയതിന് പിന്നിലെ പ്രധാന കാരണം. ബോംബെ അറ്റോമിക് റിയാക്ടർ 10 രൂപ സ്റ്റാമ്പ്. ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റത്തെയും ആണവോർജ മേഖലയിലെ കരുത്തിനെയും അടയാളപ്പെടുത്തുന്നതിനായി 1974 കാലഘട്ടത്തിലാണ് 10 രൂപ മുഖവിലയുള്ള ഈ സ്റ്റാമ്പ് തപാൽ വകുപ്പ് പുറത്തിറക്കിയത്. മുംബൈയിലെ ട്രോംബയിലുള്ള ആണവ നിലയത്തിന്റെ ചിത്രമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആണവ ഗവേഷണ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ ഈ കേന്ദ്രത്തെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഉയർന്ന തപാൽ നിരക്കുകൾക്കും വിദേശ കത്തുകൾക്കുമായി ഉപയോഗിച്ചിരുന്ന ഈ സ്റ്റാമ്പ് ശാസ്ത്രരംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചതിന്റെ വലിയൊരു സാക്ഷ്യപത്രമാണ്. രാജ്യത്തിന്റെ പുരോഗതിയിൽ ആധുനിക സാങ്കേതിക വിദ്യയ്ക്കുള്ള പങ്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇത് പുറത്തിറക്കിയതിന് പിന്നിലെ പ്രധാന കാരണം. സെന്റ് മാർത്താസ് ഹോസ്പിറ്റൽ, ബാംഗ്ലൂർ 100 പൈസ സ്റ്റാമ്പ്. ബാംഗ്ലൂരിലെ ചരിത്രപ്രസിദ്ധമായ സെന്റ് മാർത്താസ് ആശുപത്രിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 1986 കാലഘട്ടത്തിലാണ് 100 പൈസ മുഖവിലയുള്ള ഈ സ്മരണിക സ്റ്റാമ്പ് തപാൽ വകുപ്പ് പുറത്തിറക്കിയത്. 1886 സ്ഥാപിതമായ ഈ ആശുപത്രി ദശകങ്ങളായി നൽകിവരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെയും വൈദ്യസേവനങ്ങളെയും ആദരിക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ആശുപത്രിയുടെ മനോഹരമായ പഴയകാല കെട്ടിടമാണ് ഈ സ്റ്റാമ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുന്നതിൽ ഈ സ്ഥാപനം വഹിച്ച വലിയ പങ്ക് രാജ്യം മുഴുവൻ അറിയിക്കുക എന്നതായിരുന്നു ഇത് പുറത്തിറക്കിയതിന് പിന്നിലെ പ്രധാന കാരണം. ഭാരതത്തിന്റെ ആരോഗ്യ മേഖലയിലെ ചരിത്രപരമായ മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന സുപ്രധാനമായൊരു രേഖയാണിത്. അന്താരാഷ്ട്ര യുവജന വർഷം 2 രൂപ സ്റ്റാമ്പ്. ഐക്യരാഷ്ട്രസഭ 1985 അന്താരാഷ്ട്ര യുവജന വർഷമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി ആ വർഷം തന്നെയാണ് 2 രൂപ മുഖവിലയുള്ള ഈ പ്രത്യേക സ്മരണിക സ്റ്റാമ്പ് ഭാരതീയ തപാൽ വകുപ്പ് പുറത്തിറക്കിയത്. രാജ്യത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്കുള്ള പങ്കിനെ അംഗീകരിക്കുകയും അവർക്ക് പ്രോത്സാഹനം നൽകുകയുമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു യുവാവിനെയും യുവതിയെയും ഒപ്പം യുവജന വർഷത്തിന്റെ ഔദ്യോഗിക ചിഹ്നവുമാണ് ഈ സ്റ്റാമ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സമാധാനം, പങ്കാളിത്തം, വികസനം എന്നീ ആശയങ്ങൾ യുവതലമുറയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇത് പുറത്തിറക്കിയതിന് പിന്നിലെ പ്രധാന കാരണം. ഭാരതത്തിന്റെ കായിക മേഖലയെയും യുവശക്തിയെയും ആഗോളതലത്തിൽ അടയാളപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു സ്റ്റാമ്പാണിത്. റേഡിയോ ടെലിവിഷൻ ലൈസൻസ് ഫീ 50 രൂപ സ്റ്റാമ്പ്. ഭാരതത്തിൽ ടെലിവിഷൻ സെറ്റുകൾ കൈവശം വയ്ക്കുന്നതിന് ലൈസൻസ് ഫീ അടയ്ക്കേണ്ടിയിരുന്ന കാലഘട്ടത്തിൽ ആ തുക സ്വീകരിക്കുന്നതിനായി പുറത്തിറക്കിയ പ്രത്യേക സ്റ്റാമ്പാണിത്. ഇതിൽ 50 രൂപ മുഖവിലയുള്ള ഈ സ്റ്റാമ്പ് 1970കളുടെ അവസാനത്തിലും 1980കളുടെ തുടക്കത്തിലുമാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഒരു ടെലിവിഷൻ സ്ക്രീനും അതിൽ നൃത്തം ചെയ്യുന്ന രൂപവുമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കത്തുകൾ അയക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ തപാൽ സ്റ്റാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ലൈസൻസ് ഫീ അടച്ചതിന്റെ രേഖയായാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. ഇന്ത്യയിലെ ദൃശ്യമാധ്യമ ചരിത്രത്തിന്റെയും പഴയകാല നിയമങ്ങളുടെയും ഒരു അപൂർവ ഓർമ്മപ്പെടുത്തലാണ് ഈ സ്റ്റാമ്പ്.
സൗരോർജം 5 രൂപ സ്റ്റാമ്പ്. ഭാരതത്തിന്റെ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളെയും പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1982 കാലഘട്ടത്തിലാണ് 5 രൂപ മുഖവിലയുള്ള ഈ സ്റ്റാമ്പ് തപാൽ വകുപ്പ് പുറത്തിറക്കിയത്. സൂര്യനെയും സൗരോർജ പാനലുകളെയും ആധുനിക രീതിയിലുള്ള വീടുകളെയും ഈ സ്റ്റാമ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ഊർജ ആവശ്യങ്ങൾക്കായി പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ മുന്നേറ്റത്തെയും സുസ്ഥിര വികസനത്തിനായുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെയും ഈ സ്റ്റാമ്പ് അടയാളപ്പെടുത്തുന്നു. ഉയർന്ന തപാൽ നിരക്കുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഈ സ്റ്റാമ്പ് ഭാരതത്തിന്റെ ഊർജ സംരക്ഷണ ചരിത്രത്തിലെ ഒരു സുപ്രധാന രേഖയാണ്. സുന്ദർബൻ ബയോസ്ഫിയർ റിസർവ് 10 രൂപ സ്റ്റാമ്പ്. ഭാരതത്തിന്റെ വന്യജീവി സമ്പത്തിനെയും പരിസ്ഥിതി സംരക്ഷണത്തെയും ആദരിക്കുന്നതിനായി 1989 കാലഘട്ടത്തിലാണ് 10 രൂപ മുഖവിലയുള്ള ഈ സ്റ്റാമ്പ് തപാൽ വകുപ്പ് പുറത്തിറക്കിയത്. ലോകപ്രശസ്തമായ സുന്ദർബൻ വനമേഖലയിലെ ബംഗാൾ കടുവയുടെ മനോഹരമായ ചിത്രമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഭാരതത്തിന്റെ ദേശീയ മൃഗമായ കടുവയെയും പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥകളെയും ആഗോളതലത്തിൽ അടയാളപ്പെടുത്തുന്ന ഈ സ്റ്റാമ്പ് ഉയർന്ന തപാൽ ആവശ്യങ്ങൾക്കായി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. പ്രകൃതി സംരക്ഷണത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത വിളിച്ചോതുന്ന സുപ്രധാനമായ ഒരു രേഖയാണിത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ട ഈ കൊച്ചു മുദ്രകൾക്കെല്ലാം എത്ര വലിയ കഥകളാണ് പറയാനുള്ളതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇന്ത്യയുടെ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും ഒരു ജനാല തുറന്നതുപോലെയാണ് എനിക്ക് ഓരോ തവണയും ഈ സ്റ്റാമ്പുകൾ കാണുമ്പോൾ തോന്നാറുള്ളത്. എന്റെ ശേഖരത്തിലെ വളരെ കുറച്ച് സ്റ്റാമ്പുകൾ മാത്രമാണ് നമ്മൾ ഈ ഒന്നാം ഭാഗത്തിൽ കണ്ടത്. ഇതിലും രസകരമായതും അപൂർവവുമായ ഒട്ടേറെ സ്റ്റാമ്പുകൾ ഇനിയും കാണാനുണ്ട്. നിങ്ങളുടെ പക്കൽ ഇതുപോലെ പഴയ സ്റ്റാമ്പുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാമ്പ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. ഇതിന്റെ പാർട്ട് 2 വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.